dear student, welcome back to Edu 2.0. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ മോഡൽ എക്സാം ടൈം ടേബിളും നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ദിവസങ്ങളും എത്ര ചാപ്റ്റേഴ്സും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. +2 സ്റ്റുഡൻസിന്റെ വീഡിയോ ആണിത്. നമുക്ക് മോഡൽ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പതാ ഇന്ന് ജനുവരി പകുതി കഴിഞ്ഞു അല്ലെ. നമുക്ക് ഒരു മാസമൊന്നും ഇനി കറക്റ്റ് നമ്മളെ മോഡൽ എക്സാമിനില്ല. മോഡൽ എക്സാം ഒരു രീതിയിലും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം നിങ്ങൾക്ക് നമ്മുടെ ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം മോഡൽ എക്സാമിന്. അപ്പൊ മാക്സിമം നിങ്ങൾ ഫൈനൽ എക്സാമിന് പഠിക്കുന്നത് പോലെ വേണം മോഡൽ എക്സാമിന് പഠിക്കാനായിട്ട്. എന്ന് വെച്ച് ടെൻഷൻ അടിച്ച് ആകെ വറീഡ് ആയിട്ട് പഠിക്കണം എന്നല്ല, കൂളായി പഠിക്കാം. 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിലൊരു 8 ചാപ്റ്റർ 7 ചാപ്റ്റർ എങ്കിലും നല്ല വൃത്തിയായി പഠിക്കാം. അതാണ് മോഡൽ എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് എക്സാം നമുക്ക് നോക്കാം. ചില ദിവസങ്ങളിൽ നമുക്ക് 2 എക്സാം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ തീരെ ടൈം കളയാതെ ഒരു ദിവസം ഒരു ചാപ്റ്റർ എങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓരോരോ സബ്ജക്റ്റിൽ നിന്നും ഒരു ചാപ്റ്റർ. എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷും ലാംഗ്വേജും മിസ് പറയില്ല. കാരണം നമുക്ക് തലേദിവസം 2-3 ഡേയ്സ് കൊണ്ട് പഠിച്ചാലും മതിയാവും മോഡൽ എക്സാം ഒക്കെ ആകുമ്പോൾ. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി വെക്കാം നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ എങ്ങനെയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ 50 ഡേയ്സ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മോഡൽ എക്സാം ആയി, ചാപ്റ്റേഴ്സ് അറിയില്ല, എന്താണ് സബ്ജക്റ്റിന്റെ അവസ്ഥ എന്നറിയില്ല, നല്ല രീതിയിൽ ഉഴപ്പി നടന്നു, പ്രോഗ്രാംസിൽ നടന്നു, ക്രിസ്മസും ഓണം പരീക്ഷയൊക്കെ തീരെ ഇമ്പോർട്ടൻസ് കൊടുത്തേ ഇല്ല മിസ്സേ. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ട് വരും അല്ലെ. ഇപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒക്കെ ഇടയിലാണ്, റെക്കോർഡ്സ് എല്ലാം സബ്മിറ്റിന്റെ ഇടയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ടെൻഷൻ ഉണ്ടാവും. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, എനിക്ക് ഇന്നതാണ് പഠിക്കേണ്ടത്, ഇതാണ് ഇത്ര മതി ഈ പാഠത്തിൽ നിന്ന് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ട് എങ്കിൽ എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനോടാണ് മിസ്സിന് പറയാനുള്ളത്. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ അതിൽ ചാപ്റ്റർ വൈസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അബൌട്ട് ഒരു 4-5 ഡേയ്സ് ആയിട്ടുള്ളൂ നമ്മുടെ ക്രാഷ് കോഴ്സ്. പക്ഷെ അതിൽ 2-3 ചാപ്റ്റേഴ്സ് എല്ലാം മിസ് കവർ ചെയ്തു. അതിലെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇനിയും ചേർന്നില്ല, ലേറ്റ് ആയി എങ്കിൽ നമുക്ക് അത്രയും സമയം നിങ്ങളുടെ പോവാണ്. നമുക്ക് ഈ ക്രാഷ് കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ അത്രയും ടൈം പോയില്ലേ. അപ്പോൾ തുടക്കത്തിലേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അത് ബെനിഫിറ്റ്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പേയ്മെന്റിന് അത്രത്തോളം ബെനിഫിറ്റ് വരിക ഇപ്പോഴൊക്കെ ചേരുമ്പോഴാണ്. ഒരു 1 വീക്ക് നമ്മൾ ഈ മോഡൽ എക്സാം അടുപ്പിച്ച് മോഡൽ എക്സാമിനോട് മുന്നേ ആയിട്ട് ചേർന്നാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് അത്രയും ഗുണം കിട്ടുന്നത്, നിങ്ങളുടെ ആ ഒരു ടൈം പോവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ നോക്കി നോക്കാം. മോഡൽ എക്സാം നമുക്ക് 15th ഫെബ്രുവരി ആണ്. ഫസ്റ്റ് സ്റ്റാറ്റിക് സ്റ്റുഡൻസിനാണ് എക്സാം ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 16th എക്കണോമിക്സ് നമുക്ക് 2 പോർഷൻ ഉണ്ട് അല്ലെ. മൈക്രോ മാക്രോ പഠിക്കണം. മൈക്രോയിൽ ഒരു 5 ചാപ്റ്റർ, മാക്രോയിൽ ഒരു 6 ചാപ്റ്റർ, 11 ചാപ്റ്റർ പഠിക്കാനുണ്ട്. കർവുകളും പ്രോബ്ലംസും ഒക്കെയാണ്. അപ്പോൾ ഓരോ പാഠം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻസ് പഠിക്കുക. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഓരോ പാഠം ഇമ്പോർട്ടൻസ് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അരിച്ചു പെറുക്കി ഒരു ലൈനിമ പിടിച്ചിരിക്കരുത്. സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക. ആ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ഏതാണ്, കർവുകൾ ഏതാണ്, പ്രോബ്ലം ഏതാണ്, ബസ് അതേപോലെ അടുത്ത ചാപ്റ്റർ. അങ്ങനെ വേണം ഇനി ഇക്കണോമിക്സും അക്കൗണ്ടൻസിയും ഒക്കെ പഠിക്കാനായിട്ട്. ഓക്കെ, ദെൻ 19-ാം തീയതി നമുക്ക് 2 എക്സാം വരുന്നുണ്ട്. അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് അത്, പൊളിറ്റിക്സ് ഉള്ളവർക്ക് അത്. അപ്പൊ അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിസ് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഓരോ പാഠം അരിച്ചു പെറുക്കി പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻസ്. AFS കുട്ടികൾക്ക് 2 ബുക്കാണ് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റുഡൻസിന് ഇപ്പൊ പ്രാക്ടിക്കൽസ് തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി, സ്പ്രെഡ്ഷീറ്റ് ഒക്കെ അവർക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ AFS കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 2 ഭാഗവും നല്ല രീതിയിൽ നോക്കണം. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ദെൻ 20th ഇംഗ്ലീഷും ലാംഗ്വേജും ആണ് എക്സാം. 2 എക്സാം ഉണ്ട്. 21st ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസിലും ഇതേപോലെ നമുക്ക് തിയറി ബേസ്ഡ് ആണ്. നമുക്ക് എത്രത്തോളം എഴുതണം, എങ്ങനെയാണ് മാർക്ക് വാങ്ങാം, ബിസിനസ് സ്റ്റഡീസിന്റെ ടിപ്സുകൾ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ മിസ് എന്തായാലും ഇനി മുതൽ നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പോവാണ്. നമുക്കിനി എക്സാം ഓറിയന്റഡ് ആണ്. മോഡൽ എക്സാം വീഡിയോസ് വേണം, ഫൈനൽ എക്സാം വീഡിയോസ് വേണം. അതിനൊപ്പം തന്നെ മിസ്സിന് ഓൺലൈൻ സ്റ്റുഡൻസ് നോക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, സമയം കളയാതെ പഠിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ
ഇവിടെ ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പൊ അക്കൗണ്ടൻസി നമുക്കൊരു 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. 4 ചാപ്റ്റർ പാർട്ട് എയിലും പാർട്ട് ബി എന്ന് പറയുന്നത് AFS കുട്ടികൾക്ക് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ബിസിനസ് സ്റ്റഡീസ് 11-12 ചാപ്റ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. ദെൻ ഇക്കണോമിക്സ് 11 ചാപ്റ്റർ പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഓരോ ലാംഗ്വേജിലും 6 യൂണിറ്റ്സോ 7 യൂണിറ്റ് സംതിങ് ഉണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു 1 മന്തിലും 1.5 മന്തിലൊക്കെ തീർക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ മോഡൽ എക്സാം ലക്ഷ്യം വെക്കുന്നില്ല, നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഫൈനൽ എക്സാം ആണ് മിസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട. മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പോർഷൻസ് പഠിച്ചു തീർക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഡെയിലി എടുക്കുന്ന ഭാഗങ്ങൾ അപ്പ പഠിച്ചു പോവാം. മിസ് ഇപ്പൊ ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ക്ലാസ് ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ 1 അവർ ആൻഡ് 1.5 അവർ ആക്കും. നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്രാഷ് കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് ആദ്യം തീർക്കുക എന്നുള്ളതാണ്. ഓരോ ചാപ്റ്ററുകളാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ വൈസ് കഴിഞ്ഞാൽ നമ്മൾ വേഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അനലൈസ് ചെയ്യാനായിട്ട് പോകും. നമുക്ക് ഈ ചാപ്റ്റർ വൈസിന്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് ജൂൺ ജൂലൈയിലൊക്കെയാണ് നമ്മൾ സ്കൂളിലെ ഓരോ ചാപ്റ്ററും അതൊക്കെ ഇപ്പൊ ഓർമ്മയില്ലാത്ത കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ ചാപ്റ്റർ വൈസ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ ആണ് നോക്കുക. പിന്നെ അക്കൗണ്ടൻസിയും എക്കണോമിക്സും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞെങ്കിലും കൂടി നമ്മൾ 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊരു ക്ലാസ് ഉണ്ടായിരിക്കും. 6 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. 1 മാർക്ക് വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ 15 ഡേയ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ കഴിഞ്ഞ 4-5 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാരണം ഇതിനൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ബോത്ത് അക്കൗണ്ടൻസി ആൻഡ് എക്കണോമിക്സ്. മിസ് ഇത് രണ്ടും എടുത്ത് പറയുന്നത് നമുക്ക് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് പോലെ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്, ഇക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി. ബിസിനസ് സ്റ്റഡീസും ഉണ്ട് നമുക്ക് ക്ലാസ്. ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ വാരി വലിച്ച് പഠിച്ച് സമയം കളയേണ്ട ആവശ്യം ഇനിയില്ല. ഇനിയുള്ള ടൈം നമുക്ക് അത്ര മിസ്യൂസ് ചെയ്ത് കളയാനുള്ളതല്ല. ഇനിയുള്ള ഓരോ മിനിറ്റുകളും നമ്മൾ ഇമ്പോർട്ടൻസിനെ കവർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ദെൻ ഇതെല്ലാം മിസ് പറയുന്നത് നിങ്ങളെ ടെൻഷൻ ആക്കാനല്ല. എന്ത് ചെയ്യാ, നിങ്ങൾ ഇനി കൂളായിട്ട് ഇരുന്ന് പഠിക്കണം. എനിക്ക് ഇത്ര ഡേയ്സ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ടൈം കഴിഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ജോയിൻ ചെയ്യാനും പഠിക്കാനും എല്ലാം. ഇപ്പൊ ക്രാഷ് കോഴ്സ് വേണമെന്നുള്ളവർക്ക് മിസ്സിന്റെ ക്ലാസ് കണ്ട് ഓക്കെ ആണ് വെച്ചെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ എങ്ങനെയാണ് മിസ് എടുക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് മിസ് ക്ലാസ് എടുക്കുന്നത് അതേപോലെയാണ് മിസ്സിന്റെ ക്ലാസ്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏത് ട്യൂഷനിൽ വേണമെങ്കിലും ചെന്ന് നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാം. കാരണം നമുക്ക് ഇനി ടൈം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞാൽ ഈ മോഡൽ എക്സാം നമുക്ക് കഴിയുന്നത് 21st അല്ലെ. 21st മോഡൽ എക്സാം കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കഴിഞ്ഞ് നമുക്ക് ഫൈനൽ എക്സാം ആയി അല്ലെ. അപ്പൊ മോഡൽ എക്സാം കഴിയുന്നതോട് കൂടി നമ്മളെ ക്രാഷ് കോഴ്സും കഴിയും. 29th വരെ ആയിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുക. എക്സാമിന്റെ അടുത്തത് മോഡൽ എക്സാമിന്റെ ടൈമിലൊക്കെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറോ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യാം, മോഡൽ എക്സാമിന് ടൈം കളയാതെ പഠിക്കാം. മോഡൽ എക്സാമിന് നിങ്ങൾ കുറെ കുട്ടികൾ പറയുന്നുണ്ട് മോഡൽ എക്സാം അല്ലേ മിസ്, കുഴപ്പമില്ല പോട്ടെ. നമ്മൾ അത് സ്കൂളുകളിൽ കാര്യമാക്കുന്നുണ്ടാവില്ല. ചിലവരൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഷീറ്റ് അവർക്ക് ആൻസർ ചെയ്ത് കൊടുക്കുകയേ പോലും ഇല്ല. കാരണം എന്താ, അത് അത്ര വാല്യൂ ഇല്ല, എവിടെയും വരുന്നില്ല, ഇതൊരു ട്രയൽ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിന്റെ 50% ഓഫ് ഫൈനൽ എക്സാം ഈസ് ഓവർ. ഫൈനൽ എക്സാമിന്റെ 50% നമ്മളോട് കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജിന്റെ വീഡിയോസ് വരും. അക്കൗണ്ടൻസി ഇനി എങ്ങനെ പഠിക്കാം, ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കാം എല്ലാം നമ്മളിടും. ഇക്കണോമിക്സ് പഠിക്കേണ്ട രീതി മിസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഇനി പഠിക്കാനായിട്ട് എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ വരും. അതിലൊക്കെ നമ്മളെ ക്രാഷ് കോഴ്സിൽ ചേരണം, ക്രാഷ് കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മിസ്സിന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ ലിങ്ക് വിട്ട് എന്നാൽ ക്ലാസ് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മതി കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡന്റ്, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.